എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ സെറ്റ് മലയാളം ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളം സിലബസ് അനുസരിച്ച് മുൻ വർഷങ്ങളിൽ സെറ്റ് മലയാളം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയും അതോട് ബന്ധപ്പെട്ട ഈ ചോദ്യത്തോട് ബന്ധപ്പെട്ട അനുബന്ധമായ ചില കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്ന ഈ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ഇത് ഭാഷാശാസ്ത്രത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഭാഷാശാസ്ത്രത്തിന് വിവിധ വിഭാഗങ്ങളുണ്ട്. ഭാഷയെ വ്യത്യസ്ത മേഖലകളായി തിരിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു പഠനമേഖലയാണ് ഭാഷാശാസ്ത്രമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതാണ്. സ്വനവിജ്ഞാനം, സ്വനിമവിജ്ഞാനം, രൂപവിജ്ഞാനം, വാക്യവിജ്ഞാനം, അർത്ഥവിജ്ഞാനം എന്നിങ്ങനെ ഭാഷാശാസ്ത്രത്തിലെ ഏറ്റവും പ്രമുഖങ്ങളായ പഠനമേഖലകൾ അറിയപ്പെടുന്നു. ഇത് സാമാന്യമായി നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അതോട് ബന്ധപ്പെട്ട് ഭാഷാഭേദ വിജ്ഞാനമൊക്കെ ഭാഷാശാസ്ത്രത്തിൻ്റെ പഠനമേഖലകളാണ്. ഈ ഒരു ചോദ്യം ഭാഷാശാസ്ത്രത്തിലെ അർത്ഥവിജ്ഞാനം, സെമാൻറ്റിക്സ് എന്ന പഠന മേഖലയോട് ബന്ധപ്പെട്ടുള്ളതാണ്. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. യജമാനൻ ഒരു പദം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഈ ചോദ്യം മുൻപൊരിക്കൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് ഇത് ചോദിച്ചുകൂടാ എന്നൊന്നുമില്ല. മുൻ വർഷങ്ങളിലെ ചോദ്യക്കടലാസുകൾ പരിശോധിച്ചാൽ ഒരേ ചോദ്യം തന്നെ പല വർഷങ്ങളിൽ ആവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു വർഷം ചോദിച്ച ചോദ്യം തന്നെ മറ്റൊരു രൂപത്തിൽ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇനി ഇത് ചോദിച്ചുകൂടാ എന്നൊന്നുമില്ല. വാക്കിതാണ് യജമാനൻ. യജമാനൻ എന്ന വാക്കിൻ്റെ അർത്ഥപരിണാമം, അത് ഏത് വിഭാഗം അർത്ഥപരിണാമത്തിന് ഉദാഹരണമാണ്? ഇവിടെ 4 ചോയ്സ് കൊടുത്തിട്ടുണ്ട്. അർത്ഥവികാസം, അർത്ഥസങ്കോചം, അർത്ഥ ഉത്കർഷം, അർത്ഥ അപകർഷം. ഇതെല്ലാം അർത്ഥപരിണാമത്തിൻ്റെ വിവിധ വിഭാഗങ്ങളാണ്. അർത്ഥപരിണാമത്തിൻ്റെ വിവിധ വിഭാഗങ്ങളാണ്. അർത്ഥവികാസം, ഒരു കാലത്ത് ഒരു പദത്തിനുണ്ടായിരുന്ന അർത്ഥം പരിണമിച്ച് വിപുലമായ ഒരു അർത്ഥമേഖലയിലേക്ക് ആ പദം എത്തിച്ചേരുന്നു. അർത്ഥം വികസിക്കുന്നു, അർത്ഥം സങ്കോചിക്കുന്നു. എക്സ്പാൻഷൻ ഓഫ് മീനിങ് ആൻഡ് കൺട്രാക്ഷൻ ഓഫ് മീനിങ്. പിന്നെ അർത്ഥ ഉത്കർഷം, മികവുറ്റ അല്ലെങ്കിൽ മേന്മയുള്ള ഒരു അർത്ഥതലത്തിലേക്ക് ഒരു പദത്തിൻ്റെ അർത്ഥം എത്തിച്ചേരുന്നതാണ് അർത്ഥ ഉത്കർഷം. ഉത്കർഷം ഉയർച്ചയാണ്. അർത്ഥ ഉന്നതി, ഉന്നതമായ ഒരു തലത്തിലേക്ക്. അർത്ഥ അപകർഷം എന്ന് വെച്ചാൽ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഒരു പദത്തിൻ്റെ അർത്ഥം എത്തിച്ചേരുക. ഒരു കാലത്ത് വളരെ ഉത്കർഷമുണ്ടായിരുന്ന അർത്ഥം അപകർഷതലത്തിലേക്ക് എത്തിച്ചേരുക. കണ്ടോ, 4 വിഭാഗം അർത്ഥം പരിണാമം, അർത്ഥപരിണാമത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കും. അതിൽ യജമാനൻ എന്ന
പദത്തിന് സംഭവിച്ചത് എന്താണെന്നുള്ളതാണ്. യജമാനൻ എന്ന വാക്കിൻ്റെ ആദ്യകാലത്തെ അർത്ഥം യാഗം ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളെന്നുള്ളതായിരുന്നു. യാഗത്തിലെ യജമാനൻ. ഇന്നിപ്പം ആ പദത്തിൻ്റെ അർത്ഥം ഏതു തരം കാര്യങ്ങളിലും മേധാവിത്വം പുലർത്തുന്ന ആളുകൾ യജമാനന്മാരാണ്. യജമാനന്മാർ ശരിക്കും പറഞ്ഞാൽ അതിന് ഒരു അർത്ഥ വികാസമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പരിമിതമായിരുന്ന ഒരർത്ഥത്തിൽ നിന്ന് വിപുലമായ ഒരു തലത്തിലേക്ക് ഒരു പദത്തിൻ്റെ അർത്ഥം പരിണമിക്കുന്നതാണ് അർത്ഥവികാസം എന്ന് പറയുന്നത്. ഇപ്പം യാഗാദി കർമ്മങ്ങളിലെ മുഖ്യസ്ഥാനത്തുള്ള ആൾ എന്ന പരിമിതമായ അർത്ഥം മാത്രമായിരുന്നു യജമാനനുണ്ടായിരുന്നത്. ആ പരിമിത തലത്തിൽ നിന്ന് വിശാലമായ ഒരു തലത്തിലേക്ക് ആ അർത്ഥം എത്തിച്ചേരുന്നു, വികസിക്കുന്നു. ഏതു തരം കാര്യങ്ങളുടെയും മേധാസ്ഥാനത്ത് നിലകൊള്ളുന്ന ആള് എന്നുള്ള അർത്ഥത്തിലേക്ക്, പണ്ട് യാഗത്തിൻ്റെ തലത്തിൽ മാത്രം പരിമിതപ്പെട്ടിരുന്ന ആ മേധാസ്ഥാനം ഇന്ന് ഏത് പ്രവൃത്തിയോട് ബന്ധപ്പെട്ട കാര്യത്തിലും പ്രസക്തമായിട്ട് വരുന്നു. അപ്പോൾ അർത്ഥവികാസം എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നോക്കിയേ, ഇതും ഭാഷാശാസ്ത്രത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ, വാക്യങ്ങൾക്ക് ബാഹ്യഘടന കൂടാതെ ആന്തരമായ ഘടന കൂടി ഉണ്ട് എന്ന് വിശദീകരിച്ച ഭാഷാശാസ്ത്രജ്ഞൻ ആര്? പല രൂപത്തിൽ ഈ ചോദ്യം സെറ്റ് പരീക്ഷയിൽ, മലയാളം പരീക്ഷയിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വാക്യാപഗ്രഥന രംഗത്ത് നവീന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ച ഒരു പണ്ഡിതനാണ് ഇവിടെ സ്മരിക്കപ്പെടുന്നത്. അദ്ദേഹം നോം ചോംസ്കി എന്നുള്ള ആളാണ്. നോം ചോംസ്കി. കറക്റ്റ് ആൻസർ ഈസ് ബി, നോം ചോംസ്കി. ഇദ്ദേഹമാണ് സിൻടാക്റ്റിക് സ്ട്രക്ചേഴ്സ്, ആസ്പെക്ട്സ് ഓഫ് ദി തിയറി ഓഫ് സിൻടാക്സ്, ഈ രണ്ട് കൃതികളുടെ വാക്യാപഗ്രഥന രംഗത്ത് കോളിളക്കങ്ങൾ സൃഷ്ടിച്ച, ലോകവ്യാപകമായി ഭാഷാ പഠന രംഗത്ത്, വാക്യാപഗ്രഥന രംഗത്ത് സ്വീകാര്യമായി തീർന്ന സിദ്ധാന്തങ്ങൾ സംരചനാത്മക പ്രജനക വ്യാകരണം, അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ, TG ഗ്രാമർ എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംരചനാത്മക പ്രജനക വ്യാകരണം, ഈ സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കർത്താവാണ് നോം ചോംസ്കി. അദ്ദേഹമാണ് പറഞ്ഞത് വാക്യങ്ങൾക്ക് ഒരു സർഫസ് സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡീപ്പ് സ്ട്രക്ചർ ഉണ്ട്. സർഫസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വാക്യത്തിൻ്റെ ഫോണറ്റിക് ഫോം, ശബ്ദതലത്തോട് ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത്. ഡീപ്പ് സ്ട്രക്ചർ എന്ന് അറിയപ്പെടുന്ന അഗാധ ഘടന വാക്യത്തിൻ്റെ ആശയതലത്തോട് ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത്. ഇപ്പോൾ വാക്യങ്ങൾക്ക് ബാഹ്യഘടന കൂടാതെ ആശയത്തോട് ബന്ധപ്പെട്ട ആന്തരമായ ഘടന കൂടി ഉണ്ട് എന്ന് വിശദീകരിച്ച ഭാഷാശാസ്ത്രജ്ഞൻ ആര് എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന ഈ 4 പേരുകളും ഭാഷാശാസ്ത്ര രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള പണ്ഡിതന്മാരെയാണ് കുറിക്കുന്നത്. അവരുടെ പേരുകളാണിത്. ബ്ലൂംഫീൽഡ് എന്ന് പറയുന്നയാൾ 1933 പ്രസിദ്ധീകരിച്ച ലാംഗ്വേജ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. വിവരണാത്മക വ്യാകരണ രംഗത്ത് കുലപതിയായി അറിയപ്പെടുന്ന മഹാപണ്ഡിതനായിട്ടുള്ള ഒരു ഭാഷാശാസ്ത്രജ്ഞനാണ് ബ്ലൂംഫീൽഡ്. ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെയൊക്കെ തലതൊട്ടപ്പൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളുമാണ് ബ്ലൂംഫീൽഡ്.
പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, ശരിയായ ഉത്തരം, കറക്റ്റ് ആൻസർ ഈസ് ബി, നോം ചോംസ്കി എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കിന്ന് കിടക്കാം. ഇത് കവിതയോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സർപ്പക്കാട് എന്ന കവിതയിലൂടെ വൈലോപ്പിള്ളി ആവിഷ്കരിക്കുന്നത് 4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 4 കാര്യങ്ങളിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഇതിൽ നിന്ന് ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? സർപ്പക്കാട് വൈലോപ്പിള്ളിയുടെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ് സർപ്പക്കാട്. ഇപ്പം ശാസ്ത്രീയമായ വിജ്ഞാനത്തിൻ്റെ ശക്തി കവി പ്രഖ്യാപിക്കുന്ന ഒരു കവിതയായിട്ടാണ് സർപ്പക്കാട് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. സർപ്പക്കാട് ശാസ്ത്രീയ വിജ്ഞാനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന, വൈലോപ്പിള്ളി സൂചിപ്പിക്കുന്ന കവിത, അതാണ് സർപ്പക്കാട്. ഭൗതിക വിജ്ഞാനത്തിൻ്റെ അഭാവം, ഉത്തരം ശരിയല്ല. ആത്മീയ ജ്ഞാനത്തിൻ്റെ ശക്തി, അത് ശരിയല്ലാത്ത ഒരു ചോയ്സ് ഉത്തരം തരുന്നതിന് വേണ്ടി കണ്ടെത്തിയ ഒന്നാണ്. ശരിയായ ഉത്തരവല്ല ഒരിക്കലും. തലമുറകളിലൂടെ കൈമാറുന്ന സംസ്കാരം, അത് ആ ഒരാശയം കടന്നു വരുന്ന ഒരു കവിത വൈലോപ്പിള്ളി എഴുതിയിട്ടുണ്ട് കേട്ടോ. തലമുറകളിലൂടെ കൈമാറുന്ന സംസ്കാരം, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 4ാമത് പറഞ്ഞ കാര്യം, ഇത് മാത്രം തന്നിട്ട് വേണമെങ്കിൽ, ഈ ആശയം തന്നിട്ട് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. തലമുറകളിലൂടെ കൈമാറുന്ന സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുവാൻ വൈലോപ്പിള്ളി ആഹ്വാനം ചെയ്യുന്ന കവിതയത്. അങ്ങനെ ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക പന്നി പന്തങ്ങൾ, ഏറിയ തലമുറ ഏന്തിയ പാരിൻ വാരൊളി മംഗളകന്ധങ്ങൾ. പണ്ട് പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരസിടും അക്കാലം, വന്നു പിറന്നിതു ചെന്നിണമോലും വാള് കണക്കൊരു തീനാളം. ഇങ്ങനെ തുടങ്ങുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ പന്തങ്ങൾ എന്ന് പറയുന്ന കവിത. ആ കവിതയുടെ പേര് പന്തങ്ങൾ എന്നാണ്. പന്തങ്ങൾ. ആ പന്തങ്ങൾ എന്ന കവിതയിലാണ് അദ്ദേഹം തലമുറകളിലൂടെ കൈമാറുന്ന സംസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, സർപ്പക്കാട് എന്ന് പറയുന്ന കവിതയിലൂടെ വൈലോപ്പിള്ളി മുമ്പോട്ട് വെക്കുന്ന ആശയം എന്തെന്നുള്ളതാണ്. അതിൻ്റെ ശരിയായ ഉത്തരം എ, കറക്റ്റ് ആൻസർ ഈസ് ശാസ്ത്രീയ വിജ്ഞാനത്തിൻ്റെ ശക്തി എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മലയാള നോവലിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് വളരെ പഴക്കമുള്ള ഒരു നോവലൊന്നുമല്ല. ഈ നോവല് 20 വർഷത്തിനപ്പുറമൊന്നും ആയിട്ടില്ല. എൻ മകജെ എന്ന നോവൽ. ഈ നോവല് BA മലയാളം ഡിഗ്രി ക്ലാസ്സുകളിൽ ഞാൻ 2010-12 കാലഘട്ടത്തിൽ ഈ എൻ മകജെ നോവൽ അത് പ്രസിദ്ധീകരിച്ച കാലത്ത്, ആദ്യകാലത്ത് പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. എൻ മകജെ എന്ന നോവലിൻ്റെ പ്രമേയം എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ കർത്താവിനെ കുറിക്കുന്ന ഒരു കാര്യമോടും പറയുന്നില്ല. ഇതാരെഴുതിയാണെന്നുള്ളത് പറയുന്നില്ല. അങ്ങനെ ഒരു ചോദ്യം എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? ചോദിക്കാവുന്നതാണ്. എൻ മകജെ എന്ന നോവലിൻ്റെ കർത്താവാര്? അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ശരിയായ ഉത്തരം അംബികാസുധൻ മാങ്ങാട് എന്നുള്ളതാണ്. അംബികാസുധൻ മാങ്ങാട്. അദ്ദേഹത്തിൻ്റെ ഈ നോവലിൽ കടന്നു വരുന്ന പ്രമേയം എന്താണെന്നുള്ളതാണ് ചോദ്യം. എൻഡോസൾഫാൻ ദുരന്തമാണ്. കാസർഗോഡ് ജില്ലയിൽ ഒരു 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 സമഗ്ര വിനാശത്തിന് കാരണമായി തീരുന്ന ഒരു വലിയ പാരിസ്ഥിതിക ദുരന്തം എന്ന് തന്നെ പറയാൻ പറ്റുന്ന എൻഡോസൾഫാൻ ദുരന്തം പ്രമേയമായിട്ട് കടന്നു വരുന്ന ഒരു നോവലാണ് എൻ മകജെ എന്നുള്ളത്. എൻ മകജെ. ഇപ്പം നോക്കിയേ, ചോയ്സ് എന്തൊക്കെയാണ്? വടക്കൻ കേരള അതിർത്തിയിലെ സാമൂഹിക ജീവിതം അല്ല, അതല്ല കറക്റ്റ് ആൻസർ. ഒരു ഗ്രാമത്തിലെ കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധി അല്ല. ശ്രീലങ്കൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം അല്ല. ഇത്
ശ്രദ്ധിക്കുക, മനുഷ്യൻ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ദുരന്തത്തിൻ്റെ ഭീഷണാവസ്ഥ. കറക്റ്റ് ആൻസർ. മനുഷ്യൻ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ദുരന്തത്തിൻ്റെ ഭീഷണാവസ്ഥ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്രത്യേകിച്ചും എൻഡോസൾഫാൻ ദുരന്തം കേട്ടോ. അതുകൊണ്ട് വലിയ കാലിക പ്രസക്തിയുള്ള, വർത്തമാനകാല പ്രസക്തിയുള്ള ഒരു നോവലായിട്ട് എൻമകജെ മാറുന്നു. എൻഡോസൾഫാൻ ദുരന്തം മാത്രമല്ല, പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് കാരണമായി തീരാവുന്ന രീതിയിൽ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള എത്രയോ പാരിസ്ഥിതിക ദുരന്തങ്ങളാണ് ആധുനിക ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? അത്തരത്തിലുള്ള ഒരു പാരിസ്ഥിതിക ദുരന്തം നമ്മുടെ കേരളത്തിലും സംഭവിക്കുന്നു എൻഡോസൾഫാൻ്റെ രൂപത്തിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ ആ ഒരു വിഷയം, പാരിസ്ഥിതിക ദുരന്തം, ഇവിടെ നോവലിലെ പ്രമേയമായിട്ട് കടന്നു വരുന്നു. അതാണ് എൻമകജെ എന്ന നോവലിൻ്റെ പ്രാധാന്യം. ഇനി നോക്കിയേ, തകഴി ബഷീർ, കേശവദേവ്. മലയാള നോവൽ സാഹിത്യത്തിലെ ഒരു ത്രയവ, 3 പേരാ: തകഴി, ദേവ്, ബഷീർ. അവരിൽ കേശവദേവിൻ്റെ ഗുസ്തി എന്ന കഥ, ഗുസ്തി, അത് പലവട്ടം സർവകലാശാലാ തലത്തിൽ ഡിഗ്രിക്കും PG ക്ലാസ്സുകളിലുമൊക്കെ പഠിക്കുവാൻ വന്നിട്ടുള്ളൊരു ചെറുകഥയാണ് ഗുസ്തി. അതിലെ അവതരണം ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേട്. ഉത്തരം ശരിയല്ല. വർഗീയ ലഹളയുടെ അർത്ഥശൂന്യത. കറക്റ്റ് ആൻസർ. വർഗീയ ലഹളയുടെ അർത്ഥശൂന്യത എന്നുള്ളതാണ് ശരിയായ ഉത്തരം. പട്ടിണിയും ദാരിദ്ര്യവും സൃഷ്ടിക്കുന്ന നൈരാശ്യം ശരിയല്ല. സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നുള്ള പലായനം. കറക്റ്റ് ആൻസർ ഈസ് ബി, വർഗീയ ലഹളയുടെ അർത്ഥശൂന്യത, ഗുസ്തി എന്ന കഥ. ശ്രദ്ധിക്കുക, ഇത് നോവലിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ 4 കൃതികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു കൃതിയോട് ബന്ധപ്പെട്ട് നോക്കി, കുടുംബത്തിൽ നിന്നും സമുദായത്തിലേക്ക്, അവിടെ നിന്ന് സമൂഹത്തിലേക്ക്, അവിടെ നിന്ന് രാഷ്ട്രത്തിലേക്ക്, അങ്ങനെ വളരുന്ന ഒരു സ്ത്രീയുടെ ആന്തരിക ലോകം വരച്ചു കാട്ടുന്ന കൃതി ഏത് എന്നുള്ളതാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. തേതിയേടത്തി എന്ന ദേവകി, പിന്നീട് ദേവകി മാനംപള്ളിയായിട്ടും വീണ്ടും ദേവി ബഹൻ ആയും വീണ്ടും സ്വാമിനി സുമിത്രാനന്ദ സരസ്വതിയായിട്ടും പരിവർത്തനം ചെയ്യപ്പെടുന്നതിൻ്റെ കഥയാണ് അഗ്നിസാക്ഷി എന്ന നോവൽ വരച്ചു കാട്ടുന്നത്. അപ്പോൾ ഈ 4 തലങ്ങളിലേക്കുള്ള ഒരു സ്ത്രീയുടെ പരിണാമം, തേതിയേടത്തി എന്ന ദേവകി, ദേവി ബഹനായിട്ട് ദേവകി മാനംപള്ളിയായിട്ട് മാറുന്നു, ദേവി ബഹനായി മാറുന്നു, പിന്നീട് സുമിത്രാനന്ദ സരസ്വതിയായിട്ട് മാറുന്നു. കുടുംബത്തിൽ നിന്ന് സമുദായത്തിലേക്ക്, അവിടെ നിന്ന് സമൂഹത്തിലേക്ക്, പിന്നീട് രാഷ്ട്രത്തിലേക്ക് വളരുന്ന സ്ത്രീയുടെ ആന്തരിക ലോകം, അഗ്നിസാക്ഷി എന്ന നോവൽ കേട്ടോ. രാജലക്ഷ്മിയുടെ ഞാനെന്ന ഭാവവും സാറാ ജോസഫിൻ്റെ അലാഹയുടെ പെൺമക്കളും ഒക്കെ ഇവിടെ സൂചിതമാകുന്നുണ്ട്. പക്ഷേ കറക്റ്റ് ആൻസർ ഈസ് എ, അഗ്നിസാക്ഷി. നോക്കിയേ, ഇത് ഭാഷാശാസ്ത്രത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഭാഷാമാത്രകൾക്കും ആശയങ്ങൾക്കും തമ്മിലുള്ള ബന്ധം പഠിക്കുന്ന ഭാഷാശാസ്ത്ര ശാഖയേത്? നോക്കിയേ, അർത്ഥത്തോട് ഭാഷ ബന്ധപ്പെടുന്നത് ഭാഷാ പഠനത്തിൻ്റെ ഏതു തലത്തിലാണ്? ഭാഷാശാസ്ത്രത്തിൻ്റെ ഏത് തലത്തിലാണ്? സ്വനം, സ്വനിമം, രൂപിമം, വാക്യം. ഈ 4 തലങ്ങളിൽ ഏത് തലത്തിലാണ് ഭാഷ
ആദ്യമായി അർത്ഥത്തോട് ആശയത്തോട് ബന്ധപ്പെടുന്നത്. അതാണ് ഭാഷാമാത്രകൾക്കും ആശയങ്ങൾക്കും തമ്മിലുള്ള ബന്ധം. അർത്ഥവിജ്ഞാനം അവിടെയല്ല, വാക്യവിജ്ഞാനമല്ല, വാക്യം വേറൊരു യൂണിറ്റാണ്. രൂപവിജ്ഞാനം ഈസ് കറക്റ്റ് ആൻസർ. രൂപവിജ്ഞാനീയം, രൂപം എന്ന് പറഞ്ഞാൽ മോർഫീം, രൂപിമം, അത് പദം എന്നുള്ള സാമാന്യാർത്ഥമാണ് എങ്കിൽ പോലും ഒരു പദത്തിൽ ഒന്നിലധികം രൂപിമങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കുട്ടികൾ എന്ന് പറയുമ്പോൾ കുട്ടിയുണ്ട്, കൾ ഉണ്ട്, രണ്ട് രൂപിമങ്ങളുണ്ട്. കുട്ടികളുടെ എന്ന് പറയുമ്പോൾ കുട്ടി, കൾ, ഉടെ, ഇങ്ങനെ 3 രൂപിമങ്ങളുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഭാഷാ മാത്രയും ആശയങ്ങളും തമ്മിലുള്ള ബന്ധം പഠിക്കുന്ന ഭാഷാശാസ്ത്ര ശാഖ രൂപവിജ്ഞാനീയം എന്നുള്ളതാണ്. യെസ്, ബാക്കി ഒക്കെ വ്യത്യസ്ത തലത്തിലുള്ള മറ്റു ചില പഠനങ്ങളാണ് അവിടെയൊക്കെ ഭാഷാശാസ്ത്ര രംഗത്ത് നടക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് ശ്രദ്ധിച്ച്, ഭജഗോവിന്ദം. ഒരിക്കൽ കൂടി ആവർത്തിക്കണം, ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്നുള്ള കീർത്തനം കേട്ടോ ഈ വൃത്തത്തിലാകുന്നു. ഏത് വൃത്തത്തിലാണെന്നുള്ളതാണ്. ഏത് വൃത്തത്തിൽ? കാകളി, ഊനകാകളി, തരങ്കിണി, മഞ്ചരി. ശരിക്കും പറഞ്ഞാൽ ഭജഗോവിന്ദം ഭജഗോവിന്ദം, ഇതൊരിക്കൽ കൂടി ആവർത്തിക്കണം. ഭജഗോവിന്ദം എന്നുള്ളത് ഒരിക്കൽ കൂടി ആവർത്തിക്കണം. ശരിക്കും പറഞ്ഞാൽ 2 മാത്രകളുള്ള, വൃത്തത്തോട് ബന്ധപ്പെട്ട, വൃത്തശാസ്ത്രത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. 2 മാത്രകളുള്ള എത്ര യൂണിറ്റ് ഇതിൽ കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് നോക്കണം. ദ്രാവിഡ വൃത്തമാണ്. ഭജ എന്ന് പറയുന്നത് 2 ലഘുക്കൾ ചേരുന്ന ഒരു 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 ഗ്രൂപ്പ് കേട്ടോ, ഒരു യൂണിറ്റ്. ഗോ അടുത്ത യൂണിറ്റ്, കൂട്ടക്ഷരം വന്നുകൊണ്ട് വി ഒരു യൂണിറ്റ്, അനുസ്വാരം വന്നുകൊണ്ട് ദം വേറൊരു യൂണിറ്റ്. അങ്ങനെ നോക്കുമ്പം 1, 2, 3, 4 യൂണിറ്റ് ഉണ്ട് ഇവിടെയുണ്ട്. വീണ്ടും ഭജഗോവിന്ദം എന്ന് പറയുമ്പോൾ അത്രയും ഒരു വരിയായിട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 8 യൂണിറ്റ്, 2 മാത്രകളുള്ള 8 യൂണിറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്ന് ഒരു ദ്രാവിഡ വൃത്തത്തിൻ്റെ ലക്ഷണം നമ്മൾ ഓർക്കണം. ദ്വിമാത്രം ഗണം 8 എണ്ണം, യതിമദ്യം തരങ്കിണി. ഭജഗോവിന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൃത്തമുണ്ട്. ഭജഗോവിന്ദം ഭജഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. ഭജഗോവിന്ദം ഭജഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. ദ്വിമാത്രം ഗണം 8 എണ്ണം എന്ന് പറയുന്ന ആ ലക്ഷണത്തോടു കൂടിയ വൃത്തത്തിൻ്റെ സ്വഭാവമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഈസ് യതിമദ്യം തരങ്കിണി. ദ്വിമാത്രം ഗണം 8 എണ്ണം, യതിമദ്യം തരങ്കിണി. കറക്റ്റ് ആൻസർ ഈസ് സി, തരങ്കിണി എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള രചിച്ച ഒലിവേർ വിജയം എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയുടെ വളരെ വിഖ്യാതമായ ഒരു മഹാകാവ്യമുണ്ട്. അത് നിങ്ങൾക്കറിവുള്ളതായിരിക്കുമെന്ന് കരുതുന്നു. അത് ശ്രീയേശു വിജയം മഹാകാവ്യമാണ്. വളരെ ശ്രദ്ധേയമായ ഒരു മഹാകാവ്യമാണ് ശ്രീയേശു വിജയം മഹാകാവ്യം. അദ്ദേഹത്തിൻ്റെ ഒരു ആട്ടക്കഥയാണ്. കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള ഒരാട്ടക്കഥ എഴുതിയിട്ടുണ്ട്. അതാണ് ഒലിവേർ വിജയം ആട്ടക്കഥ. ചോദ്യം ഇതാണ്, കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള രചിച്ച ഒലിവേർ വിജയം എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? മഹാകാവ്യം, ആട്ടക്കഥ, ഖണ്ഡകാവ്യം, ചവിട്ടുനാടകം. കറക്റ്റ് ആൻസർ ഈസ് ആട്ടക്കഥ. ചവിട്ടുനാടകമൊന്നുമല്ല, മഹാകാവ്യമല്ല. മഹാകാവ്യം ശ്രീയേശു വിജയം മഹാകാവ്യമാണ് അദ്ദേഹത്തിൻ്റെത്. ഒലിവേർ വിജയം ആട്ടക്കഥയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൈകൊട്ടിക്കളിക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന വീരവിരാട കുമാര വിഭോ എന്ന പദം ഏത് ആട്ടക്കഥയിലേതാണ്? ഇതാണ് ചോദ്യം. കൈകൊട്ടിക്കളിക്ക് സാധാരണ ഉപയോഗിക്കാറുള്ളതാണ് വീരവിരാട കുമാര വിഭോ, അല്ലേ? ചരുതര ഗുണസാഗര ഭോ, അങ്ങനെയാണ് ആ പദം സാധാരണ കൈകൊട്ടിക്കളിക്ക് പാടാറുള്ളത് കേട്ടോ. അത് ഏതിലെയാണ് എന്നുള്ളതാണ്. കിർമീരവധൻ, രാവണ വിജയം, ഉത്തരാ സ്വയംവരം, കല്യാണ സൗന്ദര്യം. ഇത് ഉത്തരാ സ്വയംവരത്തോട് ബന്ധപ്പെട്ടതാണ്. വിരാട രാജാവിൻ്റെ പുത്രനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, വിരാട രാജാവിൻ്റെ. അപ്പം ഉത്തരാ സ്വയംവരം ഉത്തരയുടെ സഹോദരനാണ്. വീരവിരാട കുമാര ഉത്തരൻ എന്നാണ് ആ കുമാരൻ്റെ പേര്.
വീരവിരാടകുമാര വിഭോ, അത് ഉത്തരാസ്വയംവരം ആട്ടക്കഥയിലേതാണ്. അടുത്തത് വീണ്ടും ഇതാ ഒരു ചേരുംപടി ചേർക്കുക. ഇവിടെ ചേരുംപടി ചേർക്കുക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കവിതകളുടെ പേരാണ് വീണ്ടും കൊടുത്തിരിക്കുന്നത്. തുലാവർഷപ്പച്ച സുഗതകുമാരിയുടെ കാവ്യമാണ്. 3 സുഗതകുമാരി. മാനസാന്തരം ചുള്ളിക്കാടിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ്. എവിടെ? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കൃത്യം ബീഡ് നേരെ തന്നെ കൊടുത്തിരിക്കുകയാണ്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഇനി മറവി എഴുതുന്നത് അത് ദേശമംഗലം രാമകൃഷ്ണൻ്റെയാണ്. പിന്നെ ഒരു പൊന്നാനിക്കാരൻ്റെ മനോരാജ്യം അത് എം ഗോവിന്ദൻ്റെയാണ്. ഒന്നുകൂടി പറയാം. തുലാവർഷപ്പച്ച സുഗതകുമാരി, മാനസാന്തരം ബാലേന്ദ്രൻ ചുള്ളിക്കാട്, മറവി എഴുതുന്നത് ദേശമംഗലം രാമകൃഷ്ണൻ, ഒരു പൊന്നാനിക്കാരൻ്റെ മനോരാജ്യം എം ഗോവിന്ദൻ. യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിഗണിക്കുന്ന ചോദ്യങ്ങൾ ഈ 11 ചോദ്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ജനുവരി ബാച്ച്, 2025 ജനുവരി ബാച്ച്, ഇത് ശ്രദ്ധിക്കുക. 60 ദിവസത്തെ ക്രാഷ് കോഴ്സ് ഉടനെ ആരംഭിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് പങ്ക് ചേരാവുന്നതാണ്. ഇവിടെ കാണുന്ന നമ്പർ ശ്രദ്ധിക്കുക. സെറ്റ് മലയാളം വിഷയത്തോട് ബന്ധപ്പെട്ട സിലബസ് PG സ്റ്റാൻഡേർഡിലുള്ള MA സ്റ്റാൻഡേർഡിലുള്ള വിപുലമായ സിലബസ് തന്നെയാണ്. അത് നേരത്തെ തന്നെ പഠിച്ച് തുടങ്ങുക. കോമ്പറ്റേറ്റീവ് ക്രാക്കർ അക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഈ കോഴ്സിൻ്റെ ഭാഗമാകാവുന്നതാണ്. സെറ്റ് മലയാളത്തിന് വളരെ കൃത്യതയോടുകൂടിയ തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടി എല്ലാവരും കോമ്പറ്റേറ്റീവ് ക്രാക്കറോടൊപ്പം ഒത്തുചേരുക. ഓക്കെ, ഇന്നത്തെ ഈ ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസ് മറ്റൊരു ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്.